അയ്യോ ഇതിനകത്ത് ആളുണ്ടായിരുന്നു. അയ്യോ എന്റെ കൊടനാളി. എന്താ പ്രശ്നം? നെറ്റ് കടിച്ചു പിടിച്ചിരിക്കാം, മുഖം കാണാനില്ല. ഓഹോ, ഒരു കാര്യം ചെയ്യ്, മുട്ടിന് താഴെ വെടിവെക്ക്. അയ്യോ വെടിവെക്കല്ലേ, ഞാൻ പൊക്കിത്തരാം. ഞാൻ കള്ളം ഭാസ്കരനാണ്. പ്രസിഡന്റ് ഒന്ന് ആണെങ്കിൽ വാ, എന്നെ ഒന്ന് രക്ഷിക്ക്. നിങ്ങൾ എല്ലാവരും വന്നിട്ടൊരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ കെട്ടഴിച്ച് വിട് പ്രസിഡന്റ്. നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന് മാനം കെടുത്താനായിട്ട്. ഞാൻ നിർത്തിയതാ. പട്ടാളത്തിന് പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ക്യാമ്പിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കട്ടിയും കൂടെ പറഞ്ഞു വിട്ടതാ. ഇത് ഇവന്റെ നാവിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടി എല്ലാരെയും വിളിപ്പിച്ചത്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷൻ? എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ കാര്യം അവന്റെ ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിന് അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? അല്ല ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ആ, ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനൊപ്പം യാത്ര ചെയ്യുന്നതിൽ എന്താ കുഴപ്പമുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരുന്നു. കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാരാ. ഓ, എന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ടാണ് അവന്. എന്താടി നിന്റെ മുഖത്ത് കറന്തലൂത്തിരിക്കുന്നത്? എന്നാലും നിങ്ങൾ എന്നെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ, അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോട് പോകാറുണ്ടല്ലേ? ഓ ദേ, എനിക്ക് ചൊറിഞ്ഞേര് പറഞ്ഞിട്ടുണ്ട്. എടി അതാ പട്ടാളമേതനാണ്. എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല, സത്യം ചെയ്യ്, നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഓ എടി, നമ്മുടെ 2 മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം, മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്താ? ഒന്നുമില്ല എന്റെ ചെമ്പകം. എന്താ അയ്യോ, പാമ്പ എവിടെ? അകത്ത്, ഉത്തരത്തില്. ഓഹോ. അയ്യോ, അകത്തേക്ക് പോണ്ട. ഏയ്, കുട്ടി പേടിക്കണ്ട. വല്ല വള്ളിയോ വയറോ തൂങ്ങി കിടക്കുന്നുണ്ട് കുട്ടിക്ക് തോന്നിയതോ? അല്ല, ഞാൻ കണ്ടതാ. ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് പത്തി വിടർത്തി നിൽക്കുക. ആഹാ. എവിടെ പാമ്പനെ കണ്ടത്? അവിടെ കാണുന്നില്ലല്ലോ. ചിലപ്പോ മൂലോടിനുള്ളിൽ കയറി ഇരിപ്പുണ്ടാവും. മൂളി കയറി നോക്കാം. എന്തിനാ സാർ ഇവര് കരഞ്ഞ? അയ്യോ, ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ. അകത്തേക്ക് നോക്കിയപ്പോ കാണാനില്ല. ചിലപ്പോ മുകളിൽ എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടാവും. ഒരു കാര്യം ചെയ്യ് സർ, പോയ റാപ്പിളിംഗ് ഡ്രോപ്പ് എടുത്തുണ്ടോ? ഓക്കെ സാർ. കുട്ടി പേടിക്കണ്ട. അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഞാൻ കയറിയപ്പോ സാർ? വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. സൂക്ഷിക്കണേ. കുട്ടി ഭയപ്പെടണ്ട, ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ? അല്ല സാറ്, സാറ് താഴെ ഇറക്കണോ? ഒന്നും പറ്റിയില്ലോ സാർ. ഓക്കെ റെഡി സാർ. റെഡി സർ. 1 2 പുൾ. ബാലൻസ്. റെഡി സാർ. ഓൾ സാർ. ലെഫ്റ്റ് സ്വിംഗ്. ഇങ്ങേർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു ഏണി വെച്ച് കയറിയാ മതി. മിണ്ടായിട്ടാ. Full swing. Yes, right. Ready to land? Yes, I am going to land. Landing. Right.
അതവിടെ ഇരുന്നോട്ട് സാർ ഒരു ഏയ്, സേഫ്റ്റിക്ക്. അതൊന്നും കുഴപ്പമില്ല. ആ. കിട്ടി കിട്ടി. ഹായ്, ഹേയ്, ഹേയ്, ഓ, അയ്യോ, ദൈവം. അമരനെ പിടിക്ക്. പിടിക്കണോ? വണ്ടി പിടിക്കടാ. വല്ലതും പറ്റിയോ? ഏയ്, ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ. അതെ അതെ. കാലൊന്ന് സ്ലിപ്പ് ചെയ്യോ? ഓട് കുറച്ച് പഴയതാണല്ലേ. വല്ല കാര്യം ഉണ്ടായിരുന്നു. സത്യം പറ, അണ്ണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ആളാൻ വേണ്ടിട്ടല്ലേ കയറിയത്? മതി തിരുമ. വേണമെങ്കല്ലേ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താ ഈടെയായിട്ടൊരു ഇളക്കം? എന്തിളക്കം? ക്യാമ്പിലെ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മോദി പോ. അപ്പൊ എന്റെ കോട്ട കോട്ടക്കോ പോടാ പോടാ. ആഹാ, നാളെ തിരുമാമട്ട് എന്നെ വിളിക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. ആ, ആ ആ. ആ. പിന്നെ പരമശിവനല്ലേ പാമ്പിനെ പിടിക്കാൻ. എടാ പട്ടാളം ബ്ലം, ബ്ലം, ബ്ലം. എക്കോ, എക്കോ. ഇറങ്ങി വാടാ. എന്റെ വീടിന്റെ മോന്ത എന്താ അർത്ഥത്തിൽ ഇവിടുന്ന് സൂയിക്ക് വാടോടാ. ഇറങ്ങി വാടാ. ക്യാ? പോയി ഡ്യൂട്ടി കയറോ, ഇല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടും. രാത്രി ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. ഓ വേളം വെച്ചാ നീ എന്റെ അങ്ങ് ഓലത്ത്. ആളില്ലാത്ത നേരം നോക്കി എന്റെ വീടിന്റെ മോന്തായത്തെ കയറി എന്ത് തോന്നിയാസം കാണിക്കാം. അല്ലടാ പന്നകളെ, ഇപ്പൊ കിട്ടണ എനിക്ക് പൊട്ടിയ ഓടിന്റെ കാശ്. തമ്പുരാന്റെ എഴുന്നള്ള എന്താ എത്ര വൈകിയത്? താൻ പോയിട്ട് പിന്നെ വാടോ. കുമാരനെ കളി പിടിപ്പിക്കരുത്. എന്റെ വീടിന്റെ കാശൊന്നുമില്ല, എന്റെ ശവം എടുക്കൊണ്ടിരുന്നു ഇവിടുന്ന്. പിന്നെ സാർ, അയാളെ ഇങ്ങോട്ട് വിട്ടേക്ക്. സാർ. ഡോ. മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ? ഇപ്പൊ കിട്ടണം, ഇല്ലേ കളി പിടിപ്പിക്കും കുമാരൻ. എന്താ പാതം എന്തൊക്കെ? ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. എന്നാ പോയി. ശരി സാർ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി.